നമസ്തേ. അപ്പം നമ്മുടെ ഫസ്റ്റ് സെമ്മ് ഹിന്ദിയാണ് അല്ലേ നമ്മൾ പറയുണ്ടായിരുന്നത്. അപ്പോൾ ഹിന്ദിയിലെ അടുത്ത ചാപ്റ്ററാണ് സ്ത്രീ ജോ ഏക് ത്വച്ച് ഹേ. നമ്മുടെ സുധീഷ് പച്ചോരി എഴുതിയിട്ടുള്ള സ്ത്രീ ജോ ഏക് ത്വച്ച് ഹേ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സുധീഷ് പച്ചോരിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോണത്. അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ ജന്മം എന്നാണ് 29 ഡിസംബർ 1948 അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മം ആദ്യം എഴുതണം, 29 ഡിസംബർ 1948. അതുപോലെ തന്നെ മാർക്സ്വാദി സമീക്ഷ പ്രസംഗിത് സ്തംഭാകർ മീഡിയ വിക്ഷേപൻ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അദ്ദേഹം മാർക്സിസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു കോളമിനിസ്റ്റ് ആണ്, ഒരു മീഡിയ സ്പെഷ്യലിസ്റ്റ് ആണെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ചരിത്ര പുസ്തകമുണ്ട്, കുറച്ച് പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മീഡിയ കി പരങ്ക്, ടെലിവിഷൻ സമീക്ഷ, സിദ്ധാന്ത് और व्यवहार, जनतंत्र और अंतकवाद, ബിദാസ് ബാബു കി ഡയറി, സ്ത്രീ ദേഹ് കെ വിശേഷ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകമാണ്. അതുപോലെ തന്നെ ഇതിനൊക്കെ അദ്ദേഹത്തിന് എന്തും കിട്ടിയിട്ടുണ്ട്, കുറച്ച് സമ്മാൻ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ സമ്മാനാണ്? മധ്യപ്രദേശ് സാഹിത്യ പരിഷാദ് കാ രാമചന്ദ്ര ശുക്ല സമ്മാൻ, ശ്യാം ഷോർ സമ്മാൻ, കേന്ദ്രീയ സംസാധൻ കാ സുബ്രഹ്മണ്യ ഭാരതി സമ്മാൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കിന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളാണ് അല്ലെങ്കിൽ പുരസ്കാരങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ ബേസിക്കായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ലേഖകനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ സ്ത്രീ ജോ ഏക് ത്വച്ച് ഹേയിലേക്ക് വരുമ്പോൾ എന്താണ് പറയണേ? സ്ത്രീ ജോ ഏക് ത്വച്ച് ഹേ മേം ലേഖക് സുധീഷ് പച്ചോരി जी ने समझ में बंद रही बाजार तंत्र के बारे में बताया है, जिसमें स्त्री को सिर्फ एक त्वचा के रूप में दिखाया जा रहा है. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു തന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ത്രീനെ എപ്പോഴും ഒരു ത്വച്ചായിട്ട്, സ്ത്രീയുടെ ആ ഒരു ശരീരം മാത്രമേ അവർ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ശരീര ഭംഗി മാത്രം, ആ ഒരു സൗന്ദര്യം മാത്രം ഒരു ത്വച്ചായിട്ട്, ഒരു മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ സ്കിന്നായിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡിൽ എന്ത് ചെയ്യുന്നത്, സ്ത്രീനെ കാണുന്നത് എന്നാണ് ആര് പറയുന്നത്? സുധീഷ് പച്ചോരി പറയുന്നത്. और स्त्री के भाव सौंदर्य या चिंतन सौंदर्य के बारे में आजकल कोई ध्यान ही नहीं दे रहा. അതായത് സ്ത്രീക്ക് ആ പുറമേയുള്ള സൗന്ദര്യം മാത്രമല്ല, ഒരു സ്വന്തമായ ഒരു ഭാവ സൗന്ദര്യവും അതുപോലെ തന്നെ ഒരു ചിന്തൻ സൗന്ദര്യമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് പലരും എന്ത് ചെയ്യാണ്, മറന്നു പോവാണെന്നാണ് പറയുന്നത്. നയേ രൂപ് കെ സൗന്ദര്യവാദ് കെ പ്രഭാവ് में आ गए आजकल के समाज में नए तरह का एक चलन लया है, जो रूप और ग्लैमर के बीच पीछे भागते लोगों से भरा पड़ा है. അപ്പോൾ ഇന്ന് കാലത്തെ ഈ ഒരു മോഡേൺ ജനറേഷൻ എങ്ങനെയാണ്, അവർ പുറമേയുള്ള ഗ്ലാമറിൻ്റെ പിന്നാലെയും സൗന്ദര്യത്തിൻ്റെ പിന്നാലെയും ഓടുന്നവരാണെന്നാണ് പറയണത്. വിജ്ഞാപനവും മേം और सीरियलों में और फिल्मों में स्त्री को एक त्वचा के रूप में और वस्तु के रूप में दिखाया जा रहे हैं. അപ്പോൾ എന്താണ് വിജ്ഞാപനം എന്ന് പറയുന്നത്? ആഡാണ്. ആഡിലാണെങ്കിലും സീരിയലുകളിലാണെങ്കിലും ഫിലിമിലാണെങ്കിലും ഒക്കെ സ്ത്രീകളെ വെറും ഒരു മെറ്റീരിയലായിട്ട് മാത്രം, അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വെറും ഒരു പുറം ഇത് മാത്രം, ശരീരമായി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ജിസ്മേം ഗോരെ രംഗ് മേം ദിക്കായി വാലി. അതായത് അതിലും നമ്മുടെ സീരിയലാണെങ്കിലും ഫിലിമിലാണെങ്കിലും അതുപോലെ തന്നെ ആഡ്സിലാണെങ്കിലും ഒക്കെ സ്ത്രീകളെ എന്താണ് ഭയങ്കര ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വെളുത്തിരിക്കുന്ന നല്ല ശരീര ആകൃതിയുള്ള സ്ത്രീകളെയൊക്കെയല്ലേ കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തരതാജ് ദിഖനെ വാലെ സ്ത്രീ കി ചവി ഹേ और यह हासिल करने के लिए हर कोई പ്രസാദൻ സാമഗ്രിയും കെ പീച്ചെ ഭാഗ് രഹേ ഹെ. അപ്പോൾ അതാണ് ശരിക്കുമുള്ള എന്താണ് സ്ത്രീ സൗന്ദര്യം എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ കാലത്തെ ആളുകൾ ആ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളുടെ പിന്നാലെ അല്ലെങ്കിൽ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടി പാർലർ और फैशन और फेयरनेस क्रीम के पीछे भाग कर सौंदर्य बढ़ा रहे हैं, यही तो नया बाजार तंत्र चाहते हैं. इस प्रकार हम एक नए सौंदर्यवाद को शिक्षागर हो चले हैं.
ഹെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അതായത് ഈ ടി വിയിലും സീരിയൽസിലൊക്കെ കാണിക്കുന്ന അത്രയും നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ ആഡിൽ കാണിക്കുന്ന അത്രയും സൗന്ദര്യം, പുറം സൗന്ദര്യം മാത്രമാണ് ശരിക്കുമുള്ള സൗന്ദര്യം എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബ്യൂട്ടി പാർലേഴ്സിൻ്റെ പിന്നാലെയും അതുപോലെ തന്നെ ഫെയർനെസ് ക്രീമിൻ്റെ പിന്നാലെയൊക്കെ പോകുന്നു. അത് പോവാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡാണ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലേ. ഇങ്ങനെ കാണുമ്പോൾ ആളുകൾ ഇതാണ് സൗന്ദര്യം എന്ന് വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോവും, അവരുടെ പ്രൊഡക്ട്സ് എന്താണ് വിൽക്കപ്പെടും എന്നുള്ള ആ ഒരു തന്ത്രത്തിൽ അവരങ്ങനെ ചെയ്യുന്നു. ഇന്നത്തെ ആളുകൾ എന്ത് ചെയ്യുന്നു, അതാണ് ശരിക്കുമുള്ള സൗന്ദര്യം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നു. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു പാരഗ്രാഫിൽ കേട്ടോ. പാരഗ്രാഫിൽ എന്താ പറയണേ, സ്ത്രീ കാ രൂപ സൗന്ദര്യ സേ ഭി ഭാവ് സൗന്ദര്യ മഹത്വപൂർണ്ണ ഹെ ജിസ് പർ കോയി ധ്യാൻ ഹി നഹീം ദേ രഹ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, സ്ത്രീയുടെ രൂപ സൗന്ദര്യത്തെക്കാളും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, സ്ത്രീയുടെ ഭാവസൗന്ദര്യമാണ്. അതായത് സ്ത്രീയുടെ അകമയുള്ള സൗന്ദര്യമാണ് അല്ലേ, അതാണ് ഏറ്റവും മഹത്വപൂർണ്ണമായിട്ടുള്ളത്. പക്ഷെ അത് ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. സ്ത്രീ കോ ചാഹിയെ കി വോ അപ്പനെ രൂപ ഓർ സൗന്ദര്യ സെ ആകെ ബി സോച്ചെ വിജ്ഞാപൻ ഓർ ബസാർ തന്ത്ര അനിവാര്യ ഹെ. ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീ തന്നെ എന്ത് മനസ്സിലാക്കണം, സ്ത്രീയുടെ രൂപ ഭംഗിയല്ല വലുത്, പകരം അകമയുള്ള ഭംഗിയാണ് വലുതെന്നുള്ളത് സ്ത്രീ തന്നെ മനസ്സിലാക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ട്രെൻഡിൻ്റെ ഒക്കെ പിന്നാലെ പോകുന്നത് ഓക്കെയാണ്, ശരിക്കും നമ്മൾ മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. എങ്കിൽ പോലും ലേക്കിൻ ഇസ്സെ സ്ത്രീ കെ കേവൽ ത്വച്ച മാത്ര ബൻകർ രഹ് ജാനെ കി കോയി ആവശ്യകത നഹി ഹെ. പക്ഷേ എന്താണ്, സ്ത്രീയെ വെറും ഒരു മെറ്റീരിയൽ ആയിട്ട് മാത്രം കാണുന്നത് ഒട്ടും ശരിയല്ല, അതിൻ്റെ ആവശ്യകത ഇല്ല എന്നാണ് പറയുന്നത്. ജനത മേം സഹി ഓർ ഗലത് പഹ്ചാനെ കി ക്ഷമത ഹോനി ചാഹിയെ. ജനത്തിന് എന്ത് മനസ്സിലാക്കാൻ പറ്റണം, ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണം. സ്ത്രീ കോ വിജ്ഞാപൻ ജഗത് അപ്പനെ മാൽ കോ ബേച്ചനെ കാ മാത്ര ഇസ്തേമാൽ കർ രഹാ ഹേ ജോ ഗലത് ഹേ. അതായത് വിജ്ഞാപൻ, ഈ ആഡിലൊക്കെ സ്ത്രീകളെ എന്ത് മാത്രമായിട്ടാണ്, അതായത് അവരുടെ പ്രൊഡക്ട്സ് വിറ്റഴിക്കാനായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് മാത്രമാണ് കാണുന്നത്, അത് തെറ്റാണെന്നാണ് പറയുന്നത്. ഗോരെ രംഗ് മേ ദിക്കനെ വാലി ഗ്ലാമർ വാലി സ്ത്രീ കെ സൗന്ദര്യ സെ കിതനി ഹേ അലഗ് ഹേ वास्तविकता वाली स्त्री जो हमें पता है लेकिन हम सब एक माया ജഗത് മേ രഹേ ഹെ. അതായത് നമുക്കറിയാം, നമ്മൾ ഈ ഒരു ആഡിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ളതല്ല ശരിക്കും സ്ത്രീ സൗന്ദര്യമുള്ളതെന്നും അതുപോലെ തന്നെ ശരിക്കുമുള്ള സ്ത്രീകൾ, ഡെയിലി നമ്മൾ കാണുന്ന സ്ത്രീകൾ അതിൽ നിന്ന് വ്യത്യസ്തരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിയാലിറ്റി ശരിക്കും അറിയാം. പക്ഷേ എങ്കിൽ കൂടി നമ്മളെല്ലാവരും ഒരു മായിക ലോകത്താണ് അല്ലെങ്കിൽ ഒരു മാന്ത്രിക ലോകത്താണെന്നാണ് ഇവിടെ എന്താണ് ലേഖക് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? എന്താ, ബസാർ में एक तरह का देहवाद विमर्श खड़ा कर दिया है लेकिन स्त्री देह के आगे भी कोई अस्तित्व या गरिमा രഗത്തി ഹേ. അതായത് ഇവിടെ യഹ് ബസാർ ഭൂൽ ഗയാ ഹേ. അതായത് ഇവിടെ എന്താ പറയുന്നത്, ബസാറിൽ എങ്ങനെയാണ് അവർ സ്ത്രീകളെ ഒരു ദേഹവാദ് മാത്രമായിട്ട്, ദേഹം മാത്രമായിട്ടാണ് കാണുന്നത്. അതായത് അവരുടെ ഇതിന് പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെറ്റീരിയൽ മാത്രമായിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് സ്ത്രീക്ക് ഒരു അസ്തിത്വമുണ്ട്, ഒരു മഹത്വം ഉണ്ടെന്നൊന്നും അവരെന്ത് ചെയ്തില്ല, ചിന്തിക്കുന്നില്ല, അവർ മറന്നു പോയിരിക്കുക എന്നാണ് പറയുന്നത്. ഇസ്കാ അസർ ഇത്തന ഹേക്ക് മാനവടി വാ നക്കലി സൗന്ദര്യകരൺ ഹമേം ആകർഷ ലഗത്തെ ഹെ. അതുകൊണ്ടാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ സൗന്ദര്യം കാണുമ്പോൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് സ്ത്രീകളുടെ മഹത്വം അല്ലെങ്കിൽ അവർക്കുള്ള അസ്തിത്വം ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇവർ മറന്നു പോയിരിക്കുകയാണ്. മാർക്കറ്റ് അതൊന്നും തന്നെ കൊള്ളുന്നില്ല, അവർ ജസ്റ്റ് ആ ഒരു ദേഹവാദം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യണേന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താ, ലേഖക് ചഹത്തെ ഹേ കി സമജ് മേ സ്ത്രീ കോ സിർഫ് सौंदर्य रूप में ही नहीं സ്ത്രീ കാ ചിന്തൻ ഓർ വിചാർ രൂപ ബി ദേഖനെ ചാഹിയ. അപ്പോൾ ഇവിടെ ലേഖക് പറയുന്നത് എന്താ, ലേഖകിനെ എങ്ങനെ കാണണം എന്നാണ് വിചാരിക്കുന്നത്. അതായത് സമൂഹത്തിൽ സ്ത്രീയെ വെറും ഒരു ത്വച്ചായിട്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ പുറമേയുള്ള സൗന്ദര്യം മാത്രം നോക്കാതെ സ്ത്രീയുടെ ചിന്തനും അതുപോലെ തന്നെ വിചാർ രൂപമൊക്കെ കാണണം എന്നാണ് എന്ത് പറയുന്നത് ഇവിടെ ലേഖക് പറയുന്നത്. സ്ത്രീ സിർഫ് ത്വച്ച നഹി ഹെ വിചാർ വിമർശ करने वाली और समाज में होने वाली हर एक समस्या में से अवगत है जो बाहरी सुंदरता पीछे ना भागती है. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് വെറും ഒരു സ്കിൻ മാത്രമല്ല, അതായത് വെറും ഒരു ദേഹം മാത്രമല്ല, സ്ത്രീക്ക് എന്ത് ചെയ്യാനും ചിന്തിക്കാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിമർശിക്കാനും അതുപോലെ തന്നെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് മാർക്കുണ്ട്, സ്ത്രീക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. സ്ത്രീ ജോ ഏക് ത്വച്ച ഹേ മേം ലേഖക് നെ
व्यंग्यात्मक रूप से लोगों के सौंदर्य बोध में आए बदलाव पर वार किया है और समाज को ये टिप्पणी दी है कि स्त्री को केवल त्वचा के रूप में नहीं देखना चाहिए और भाव सौंदर्य को ज़्यादा महत्वपूर्ण माना है. അപ്പോൾ ഈ ഒരു സ്ത്രീ ജോ ഏക് ത്വച്ച് ഹേയിലൂടെ ലേഖക് വിചാരിക്കുന്നത് എന്താണ്, അതായത് ഇന്ന് കാലത്തുള്ള നമ്മുടെ ആളുകളുടെ ഉള്ളിലുള്ള ചിന്താഗതി, മെൻറ്റാലിറ്റി, അതായത് അവർക്ക് സൗന്ദര്യത്തിൻ്റെ കുറിച്ചുള്ള ഓരോ ചിന്താഗതി, സ്ത്രീയെക്കുറിച്ചുള്ള ചിന്താഗതിയെ വിമർശിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീയുടെ പുറമേയുള്ള സൗന്ദര്യമല്ല, അകമേയുള്ള സൗന്ദര്യം, ആ ഒരു ഇൻ്റലക്ച്വൽ ഇതിനാണ് നമ്മൾ മഹത്വപൂർണ്ണ കൊടുക്കേണ്ടതെന്നാണ് ഈ ഒരു ഇതിലൂടെ ലേഖക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ത്രീക്ക് ഇവർ കാണിക്കുന്ന പോലെ, ഈ ആഡ്സിലും ഫിലിമിലൊക്കെ കാണിക്കുന്നത് പോലെ ഒട്ടും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, അതായത് അത്രമാത്രം മഹത്വപൂർണ്ണമാണ്, ഓരോ കഴിവുകളും സ്ത്രീക്കുണ്ട് എന്നെടുത്ത് പറയുന്ന ഒരിതാണ് ഈ ഒരു സ്ത്രീ ജോ ഏക് ത്വച്ച് ഹേ എന്നുള്ള ഈ ഒരു ലേഖകിൽ പറയുന്നത് കേട്ടോ, ലേഖക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ എലാബറേറ്റ് ചെയ്താൽ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെ ആയി, ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏകദേശം എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായിട്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.